ISLന്റെ 13ാം റൗണ്ടിന് തുടക്കം കുറിച്ചത് നല്ല കിടിലനൊരു മത്സരത്തോടു കൂടിയായിരുന്നു. ഈസ്റ്റ് ബംഗാൾ 4, പഞ്ചാബ് 2. ആദ്യ പകുതിയിൽ 2 ഗോളിന്റെ ലീഡ് നേടിയ പഞ്ചാബിനെ രണ്ടാം പകുതിയിൽ 25 മിനിറ്റിനിടയിൽ 4 ഗോൾ അടിച്ചുകൊണ്ടാണ് ഈസ്റ്റ് ബംഗാൾ തകർത്ത് തരിപ്പണമാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈസ്റ്റ് ബംഗാൾ 2 ഗോളുകൾക്ക് പിന്നിൽ നിന്നതിന് ശേഷം ISLൽ ഒരു മത്സരം ജയിക്കുന്നത്. ഇതിനു മുമ്പ് ഈ അവസ്ഥയിൽ 30 മത്സരം പരാജയപ്പെടുകയും ഒരു മത്സരത്തിൽ സമനില നേടിയതുമാണ് കണക്കുകളെങ്കിൽ രണ്ടാം പകുതിയുടെ ആദ്യ 25 മിനിറ്റിലെ ആ 4 ഗോളുകൾ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുന്നു. മറുവശത്ത് പഞ്ചാബ് ആകട്ടെ ഇതിനു മുമ്പ് 10 മത്സരങ്ങളിൽ 2 ഗോൾ നേടിയപ്പോഴെല്ലാം പരാജയം അറിഞ്ഞിട്ടില്ല. 9 വിജയവും 1 സമനിലയുമായിരുന്നു. തുടർച്ചയായ 4ാം മത്സരത്തിലും ഗോൾ സംഭാവന നൽകിയ പുൾഗ വിഡാലാണ് 1 ഗോളും 1 അസിസ്റ്റുമായി പഞ്ചാബിന് ആദ്യ പകുതിയിൽ ആ 2 ഗോളിന്റെ ലീഡ് നേടിക്കൊടുത്തത്. രണ്ടാം പകുതിയിൽ പകരക്കാരനെ ഇറങ്ങിയ മലയാളി താരം PV വിഷ്ണു സമനില ഗോൾ നേടുകയും അതുപോലെ വിജയ ഗോളിന് വഴിയൊരുക്കുകയും ചെയ്ത് കളിയിലെ താരമായി മാറി. അടുത്ത മത്സരത്തിൽ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ 2-1 പരാജയപ്പെടുത്തിയാണ് ഗോവ 3ാം സ്ഥാനത്തേക്ക് കയറിയത്. മോഹൻ ബഗാന്റെ ക്യാപ്റ്റൻ സുഭശിഷ് ബോസിന് മത്സരത്തിൽ 30 തവണയാണ് പന്ത് നഷ്ടപ്പെട്ടത്, പൊസഷൻ നഷ്ടമാക്കിയത്. കിട്ടിയ അവസരം മുതലെടുത്ത ബോർഹ ഹെരേര 2 അസിസ്റ്റുകളുമായി തിളങ്ങിയപ്പോൾ 2 ഗോളുകളും നേടിയത് ബ്രൈസൺ ഫെർണാണ്ടസ് ആണ്. ബോർഹ ഫെരേര സീസണിലെ തന്റെ ഗോൾ സംഭാവനകളുടെ എണ്ണം 6 ആക്കിയപ്പോൾ ബ്രൈസൺ ഫെർണാണ്ടസ് തന്റെ കരിയറിലെ ഗോളുകളുടെ എണ്ണം 6 ആക്കി. അങ്ങനെ ISL ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായ 12 ഹോം മത്സരങ്ങളിൽ ഗോൾ അടിച്ചുകൊണ്ടാണ് ഗോവ തിളങ്ങി നിന്നത്. അവസാന 5 മിനിറ്റുകളിൽ ഗോൾ അടിക്കുന്ന ശീലമായ മോഹൻ ബഗാനെ ഗോവ തടഞ്ഞു നിർത്തി. 11 ക്ലിയറൻസുമായി ക്യാപ്റ്റൻ ഒഡെ ഒനായിന്ത്യ മികച്ച പ്രകടനം പുറത്തെടുത്തപ്പോൾ അവസാന 5 മിനിറ്റുകളിൽ ഗോൾ അടിക്കുന്നത് ശീലമാക്കിയ മോഹൻ ബഗാനെ ഗോവയ്ക്ക് തടഞ്ഞു നിർത്താനായി 2-1 വിജയവും കരസ്ഥമാക്കി. തുടർച്ചയായ 4ാം മത്സരത്തിലും ക്ലീൻ ഷീറ്റ് നേടിയ മുംബൈ സിറ്റി 1-0 വിജയം കരസ്ഥമാക്കി. ചെന്നൈക്കെതിരെ പരാജയം അറിയാതെയുള്ള അവരുടെ കുതിപ്പ് 10 മത്സരങ്ങളിലേക്ക് നീട്ടി. നിക്കോളാസ് കരേലിസ് സീസണിലെ 6ാം ഗോൾ നേടിയ മത്സരത്തിൽ ഡാനിയൽ ചിമാചുക്കു സമനില ഗോൾ നേടിയെന്ന് എല്ലാവരും കരുതി. പക്ഷേ അത് ഓഫ് സൈഡ് ആയിരുന്നു. ചെന്നൈയുടെ ആക്രമണം തടുത്തിട്ട് തിരി അത്യുജ്വലമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 9 ഡ്യൂലുകൾ വിജയിക്കുകയും 5 ഇന്റർസെപ്ഷനുകളും 4 ക്ലിയറൻസും 3 ടാക്കിളുകളുമായി ഡിഫൻസിൽ തന്റെ ജോലി ഭംഗിയാക്കുകയും അതുപോലെ ഓപ്പോസിഷൻ ഫൈനൽ തേർഡിലേക്ക് 16 പാസുകൾ നൽകി പെട്ടെന്നുള്ള ആക്രമണങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. അങ്ങനെ കളം നിറഞ്ഞു കളിച്ച തിരിയായിരുന്നു ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച്. ഈ റൗണ്ടിലെ 2ാം മത്സരത്തിന് ഇറങ്ങിയ ഈസ്റ്റ് ബംഗാൾ ISL ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായ 2 മത്സരങ്ങളിൽ വിജയിച്ചു. ജംഷഡ്പൂരിനെതിരെ ഗോൾ സംഭാവനകൾ പതിവാക്കിയ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിന്റെ ഏകപക്ഷീയമായ 1 ഗോളിലാണ് ഈസ്റ്റ് ബംഗാളിന്റെ വിജയം. ഓസ്കാർ ബ്രൂസോൺ പരിശീലകനായി വന്നതിന് ശേഷം 13 പോയിന്റുകൾ നേടിയ ഈസ്റ്റ് ബംഗാൾ അങ്ങനെ പോയിന്റ് പട്ടികയിൽ അവസാന 3 സ്ഥാനത്തിൽ നിന്ന് ഒരു പടി മുകളിൽ കയറി. പുതിയ പരിശീലകന്റെ കീഴിൽ പുതിയ അവതാരമായി വിലസുന്ന പുതിയ വളപ്പിൽ വിഷ്ണു വീണ്ടും ഒരു പ്ലെയർ ഓഫ് ദ മാച്ച് പ്രകടനത്തോടു കൂടി കളം നിറഞ്ഞു കളിച്ചു. എതിരാളികളുടെ പെനാൽറ്റി ബോക്സിൽ മാത്രം 10 തവണയാണ് നൃത്തച്ചുവടുകളുമായി വിഷ്ണു കളിച്ചത്. 9 ഡ്രിബിളുകൾക്ക് ശ്രമിച്ച വിഷ്ണു 5 തവണ വിജയിക്കുകയും ചെയ്തു. 21 ഡിവിലുകളിൽ 13 വിജയിച്ച വിഷ്ണു തന്നെയായിരുന്നു ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച്. തുടർച്ചയായ 3ാം മത്സരത്തിലും ഹോം ടീം ക്ലീൻ ഷീറ്റ് നേടുന്നതാണ് പിന്നീട് കണ്ടത്. ഇത്തവണയോ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. താൽക്കാലിക പരിശീലകനായി ഒരു ഗോൾ കീപ്പിംഗ് കോച്ചായ TG പുരുഷോത്തമൻ വന്നതുകൊണ്ടാവണം സച്ചിൻ സുരേഷിന്റെ കീപ്പിംഗിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നല്ല കൃത്യമായ ഡിസിഷൻ മേക്കിംഗ് കാണാൻ പറ്റി. ക്ലീൻ ഷീറ്റും നേടി. രണ്ടാം പകുതിയിൽ ഗോൾ അടിക്കുന്നത് പതിവാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ 3 ഗോളുകൾ കൂടി ചേർത്തുകൊണ്ട് രണ്ടാം പകുതിയിൽ മാത്രം 18 ഗോളുകളുമായി തങ്ങളുടെ അടുത്തെങ്ങും ആരുമില്ല എന്ന് തെളിയിച്ചു. കളം നിറഞ്ഞു കളിച്ച നോവ സദുയി സീസണിലെ 9ാം ഗോൾ കോൺട്രിബ്യൂഷനുമായി പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയപ്പോൾ അഡ്രിയാൻ ലൂണ സീസണിലെ 4ാം അസിസ്റ്റും കരസ്ഥമാക്കി. അങ്ങനെ എതിരെ കളിച്ച 11 ടീമുകൾക്കെതിരെയും ഗോൾ സംഭാവന നേടി അഡ്രിയൻ ലൂണയും ചരിത്രത്താളുകളിൽ ഇടം നേടി. പഞ്ചാബിനെതിരെ അദ്ദേഹം ഇതുവരെ കളിച്ചിട്ടില്ല. ആ മത്സരത്തിൽ എന്തായിരിക്കും കരുതി വെച്ചിരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ISL ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഹൈദരാബാദ് ആദ്യ പകുതിയിൽ 2 ഗോൾ ലീഡ് നേടിയതിനു ശേഷം തോൽക്കുന്നത്. ഇതിനു മുമ്പ് 12 തവണ 2 ഗോളിന്റെ ലീഡ് ആദ്യ പകുതിയിൽ നേടിയപ്പോഴൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട്. മറുവശത്ത് നോർത്ത് ഈസ്റ്റ് ആവട്ടെ ആദ്യ പകുതിയിൽ പിന്നിലായിപ്പോയ 62 മത്സരങ്ങളിൽ വെറും 2 മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ISL ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ബ്രേസുകളുടെ കണക്കുകൾ നോക്കിയാൽ, അതായത് ഇരട്ട ഗോളുകളുടെ കണക്കുകൾ നോക്കിയാൽ എല്ലായ്പ്പോഴും നോർത്ത് ഈസ്റ്റിന്റെ പ്രസൻസ് അവിടെയുണ്ട്. ഒന്നെങ്കിൽ അവരുടെ കളിക്കാരൻ അടിച്ചു, അല്ലെങ്കിൽ അവർക്കിട്ടടിച്ചു. ഇത്തവണ എഡ്മിൽസൺ കൊറേയാണ് നോർത്ത് ഈസ്റ്റിനെതിരെ വേഗമേറിയ ബ്രേസ് കരസ്ഥമാക്കിയത്. ചരിത്രത്തിലെ 4ാമത്തെ വേഗമേറിയ ബ്രേസ് ആയിരുന്നു ഇത്. അതിന് മറുപടിയായി ഹൈദരാബാദിന്റെ 2 ഓൺ ഗോളും
അതും ISL ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ ഒരു ടീം 2 ഓൺ ഗോൾ വഴങ്ങുന്നത്. പിന്നെ ഗില്ലർമോ ഹിറയുടെ ഇരട്ട ഗോളുകളുടെ ബലത്തിൽ നോർത്ത് ഈസ്റ്റ് 5-2 അത്യുഗ്രൻ വിജയം കരസ്ഥമാക്കി. 3 മത്സരത്തിന് ഇടവേളയ്ക്ക് ശേഷം അലാദിൻ അജാരെ ഗോൾ കണ്ടെത്തിയപ്പോൾ നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിക്കുന്ന പട്ടികയിൽ ദേഷോൺ ബ്രൗണിന്റെയും ബാർത്ത് ഒഗ്ബച്ചയുടെയും ഒപ്പം അലാദിൻ അജാരയുടെ പേരും കൂടി നമുക്ക് ചേർക്കാം. 12 ഗോളുകൾ. അതിൽ ഒഗ്ബച്ചയും അജാരയും ഒരൊറ്റ സീസണിലാണ് ഈ 12 ഗോളുകൾ നേടിയെന്ന് നോക്കണം. അജാരയ്ക്ക് ഇനിയും കളികൾ ബാക്കി. അപ്പോൾ ഇതൊരു പുതിയ ചരിത്രമാണ് പിറക്കാൻ ഈ സീസണിൽ പോകുന്നത് എന്നുള്ളത് ഉറപ്പ്. ഈസ്റ്റ് ബംഗാളിന്റെ ചരിത്രം തിരുത്തി കുറിച്ച കംബാക്ക് വിജയത്തോടു കൂടി തുടങ്ങിയ 13ാം റൗണ്ട് അവസാനിച്ചത് നോർത്ത് ഈസ്റ്റും ഈസ്റ്റ് ബംഗാളിനെ പോലെ 2-0 പുറകിൽ നിന്ന് രണ്ടാം പകുതിയിൽ 4 ഗോളുകൾ അടിച്ച് അത്യുഗ്രൻ കംബാക്ക് വിജയത്തോടുകൂടിയായിരുന്നു. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ബോക്സിംഗ് ഡേയിൽ 26-ാം തീയതി ISL പുനരാരംഭിക്കുമ്പോൾ അടുത്ത ആഴ്ചയിൽ ഇതുപോലെ കൂടുതൽ കൗതുകകരമായ കണക്കുകളും വസ്തുതകളുമായി കാണാം.